രേണുസുധിയുടെ രോഗവിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയരായ ചില യൂട്യൂബേഴ്സാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തുവിട്ടത്. എന്നാൽ വിഷയത്തിൽ രേണുസുധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രേണുവിൻ്റെ അസുഖവിവരം ഒരാഴ്ച മുമ്പ് താൻ അറിഞ്ഞതാണെന്നാണ് പറയുകയാണ് ഇപ്പോൾ യൂട്യൂബർ അതുൽ വ്ലോഗ്സ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് രേണുവിൽ കണ്ടെത്തിയതെന്നും അതുൽ പറയുന്നുണ്ട്. രേണുസുധിക്ക് ക്യാൻസറാണ്. ഞാനിതറിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ബ്രസ്റ്റിലാണ് ക്യാൻസർ. ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ചെക്ക് ചെയ്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും രേണുവിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവുമില്ല. കാണുമ്പോൾ ആ ഒരു കാര്യത്തിൽ രേണുവിനോട് പുച്ഛം തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അതറിഞ്ഞു വെച്ച് പേക്കൂത്ത് കാണിക്കരുതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞത് അസുഖത്തിൻ്റെ കാര്യം അപ്പോഴേ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. രേണുവിൻ്റെ അസുഖം സെക്കൻഡ് സ്റ്റേജിലാണ് എന്നാണ് അറിഞ്ഞത്. ഇത്തരം അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ട വേദനകളും യാതനകളും കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമുണ്ട്. ദുബായിൽ വെച്ചാണ് രോഗം കണ്ടെത്തിയത്. എന്തോ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴാണ് പരിശോധനയിൽ ഈ ഒരു വിഷയം കണ്ടത്. ഇങ്ങനൊരു അസുഖം കണ്ടെത്തിയിട്ടും എങ്ങനെ രേണുവിന് കോപ്രായ വീഡിയോകൾ നിരന്തരം ഇടാൻ കഴിയുന്നു എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഈ ഒരു അസുഖം ഒരു കർമ്മയാണെന്നോ രേണു ഇത് അർഹിക്കുന്നുവെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ആ അസുഖം നമുക്ക് വന്നാലേ അതിൻ്റെ വേദന മനസ്സിലാകൂ. വൾഗാരിറ്റി നിറഞ്ഞ വീഡിയോ ഈ ഘട്ടത്തിലും എങ്ങനെ രേണുവിന് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നു? ഇനിയിപ്പോൾ ആളുകൾ രണ്ടായി തിരിയും. ഒന്ന് സഹതാപത്തിൻ്റെ പേരിലായിരിക്കും, വേറൊന്ന് ഇത് രേണുവിനെ നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴേ വെറുത്തു കഴിഞ്ഞു. രേണുവിനും കുടുംബത്തിനും കിട്ടിയ വലിയൊരു അടിയാണിത്. പക്ഷേ ഞാനിതിൽ ഒരിക്കലും സന്തോഷിക്കില്ല. ഈ വീഡിയോ ചെയ്യുന്നില്ലെന്ന് കരുതിയതാണ്. അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണ്. മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഞാനും കണ്ടിട്ടില്ല. 2 സോഴ്സിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. രേണുവിന് ഇങ്ങനൊരു അസുഖമുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദുബായിൽ വെച്ചുള്ള ചെക്കപ്പിൽ അറിഞ്ഞ വിവരത്തിൻ്റെ മറ്റ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് രേണു പരുമലയിലെ ആശുപത്രിയിൽ പോയത്. അങ്ങനെയാണ് രോഗവിവരം പുറത്തു വരുന്നത്. ഇനിയെങ്കിലും അടങ്ങൂ എന്നാണ് രേണുവിനോട് എനിക്ക് പറയാനുള്ളത്. ജീവിക്കാൻ വേണ്ടിയാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നതെന്നും വന്ന് പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ അങ്ങനെ വന്ന് പറയാനും സാധ്യതയുണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ്, ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷേ ഒരാഴ്ച മുമ്പാണ് രേണു ഇതെല്ലാം അറിഞ്ഞത്. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കോലം കെട്ടുന്നതെന്ന നാടകവുമായി വരരുത്. കാരണം ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ദുബായിലെ ബാറുകളിൽ പോയി കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു രേണുസുധിയുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഇനിയെങ്കിലും നന്നാകാൻ നോക്കൂ. ആ മക്കൾക്ക് കൂടി ഇനി ചീത്തപ്പേരുണ്ടാക്കരുത്. കുറേ പണം ഉണ്ടാക്കിയത് കൊണ്ട് ജീവിതമാകില്ല എന്നും അതുൽ വ്ലോഗ്സ് പറഞ്ഞു. രേണുവിൻ്റെ ദുബായ് യാത്ര വലിയ വിവാദമായിട്ടുള്ള ഒന്നുകൂടിയായിരുന്നു. സ്വർണ്ണക്കടത്തുകാരുടെ കരിയറാണ് രേണു എന്നുവരെ ആരോപണം ഉയർന്നിരുന്നു. രേണുസുധിയുടെ ഈ ഒരു അസുഖ വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. ഒരുപാട് പേരാണ് ഇപ്പോൾ രേണുസുധിയുടെ അസുഖ വിവരവുമായി വീഡിയോസുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്നാൽ രേണുസുധി ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. രേണുവിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ